ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. എന്തിനാണെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഏതിലാണ്? ഇംഗ്ലീഷിലാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്യൂ. റീസെറ്റ് ദ കമ്പ്യൂട്ടർ. ഇപ്പൊ കമ്പ്യൂട്ടർ ലാബില് നമ്മൾ പോയിട്ടാകുമ്പം ടീച്ചർ കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഒക്കെ പല പല സ്ഥലത്ത് എടുത്തു വെച്ചിട്ട് നമ്മളോട് റീസെറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അതിനെന്താ പറയാ? റീസെറ്റ് ദ കമ്പ്യൂട്ടർ. ദെൻ ഉടനെ മടങ്ങി വരൂ. കം ബാക്ക് സൂൺ. ഇത് നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എവിടെയെങ്കിലും ടൂർ പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ആ ടൈമിന് വീട്ടിലിരുന്ന് ന്യൂസ് കാണുകയായിരിക്കും. അപ്പോഴാണ് അവർ പോകുന്ന വഴിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി, അവിടെ ഗതാഗതം നിർത്തി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത്. ഉടനെ തന്നെ നമ്മൾ അവരെ കോൾ ചെയ്യും. എന്നിട്ട് എന്ത് പറയും? കം ബാക്ക് സൂൺ. അവിടെ ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു പോന്നോളൂ എന്ന് പറയും. കം ബാക്ക് സൂൺ. ഇത് കുറിച്ചെടുക്കൂ. നോട്ട് ദിസ് ഡൗൺ. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ കുറച്ച് നോട്ട്സ് ബോർഡിൽ എഴുതി തന്നിട്ട് പറയും, ഇത് കുറിച്ചെടുക്കൂ. നോട്ട് ദിസ് ഡൗൺ. ക്ഷമ കാണിക്കൂ. ഹാവ് പേഷ്യൻസ്. നമ്മുടെ തൊടിയിൽ ചിലപ്പം നല്ല പഴുത്ത മാങ്ങയുള്ള ഒരു കൊമ്പ് വെയിറ്റ് താങ്ങാനാവാതെ പൊട്ടി വീണു എന്ന് വിചാരിക്കുക. കൊച്ചുങ്ങൾക്ക് മാങ്ങ കണ്ടാൽ എന്താണ്? നല്ല ഇഷ്ടമാണല്ലോ. അവരത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകും. പക്ഷെ ചെറിയ കൊച്ചുങ്ങളുടെ കയ്യിൽ അത്രയേ കൊള്ളൂലൂ, മാക്സിമം 4 or 5. പക്ഷെ അവര് മാങ്ങയോടുള്ള കൊതി കാരണം കയ്യിൽ നിറച്ചും പിന്നെയും പെറുക്കിയെടുക്കാൻ നോക്കും. ഇത് കാണുമ്പോൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ ക്ഷമ കാണിക്കൂ. ഹാവ് പേഷ്യൻസ്. മുതിർന്നവരെ ബഹുമാനിക്കൂ. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. നമ്മൾ മുതിർന്നവരെ എല്ലാം അതായത് നമ്മുടെ പ്രായത്തിലും കൂടുതൽ പ്രായമുള്ളവരെല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ബഹുമാനിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരും ഉണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കൂ എന്നുള്ളതിൽ എന്ത് പറയും? റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. നല്ല കാലം പ്രതീക്ഷിക്കുക. ഹോപ്പ് ഫോർ ഗുഡ് ടൈംസ്. നല്ല കാലം പ്രതീക്ഷിക്കുക. ഹോപ്പ് ഫോർ ഗുഡ് ടൈംസ്. അതായത് ഇന്നത്തെ ജനറേഷൻ മാത്രമല്ല, എല്ലാ ആൾക്കാരും നമുക്ക് നാളെ നല്ലത് വരും, നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിന് പറയുന്നതാണ് നല്ല കാലം പ്രതീക്ഷിക്കുക. ഹോപ്പ് ഫോർ ഗുഡ് ടൈംസ്. ഹോപ്പ് ഫോർ ഗുഡ് ടൈംസ്. 5 മണിക്ക് എന്നെ ഉണർത്തണം. വേക്ക് മീ അപ്പ് അറ്റ് 5 o'clock. വേക്ക് മീ അപ്പ് അറ്റ് 5 o'clock. ഇപ്പൊ നമ്മൾ സാധാരണ 6 മണിക്കോ 7 മണിക്കോ എഴുന്നേൽക്കുന്ന ആളായിരിക്കാം. പക്ഷെ നമുക്ക് നാളെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് എവിടെയോ പോവാനുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലുള്ളവരെ പറഞ്ഞ് റെഡിയാക്കി വെക്കും, എന്നെ 5 മണിക്ക് വിളിക്കണം. വേക്ക് മീ അപ്പ് അറ്റ് 5 o'clock. അങ്ങനെ പറയാതെ ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ്. ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ്. അതായത് ചിലപ്പോൾ നമ്മുടെ കുട്ടികള് അറിയാതെ എന്തേലും വേർഡ്സ് പറഞ്ഞു പോകും. അപ്പൊ നമ്മൾ എന്ത് പറയും? അത് അവരുടെ പ്രായത്തിനനുസരിച്ച് പറയേണ്ടതായിരിക്കില്ല. നമ്മൾ അങ്ങനെ പറയാതെ ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ്. ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. കമ്പ്യൂട്ടർ റീസെറ്റ് ചെയ്യൂ. റീസെറ്റ് ദ കമ്പ്യൂട്ടർ. ഉടനെ മടങ്ങി വരൂ. കം ബാക്ക് സൂൺ. ഇത് കുറിച്ചെടുക്കൂ. നോട്ട് ദിസ് ഡൗൺ. ക്ഷമ കാണിക്കൂ. ഹാവ് പേഷ്യൻസ്. മുതിർന്നവരെ ബഹുമാനിക്കൂ. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. നല്ല കാലം പ്രതീക്ഷിക്കുക. ഹോപ്പ് ഫോർ ഗുഡ് ടൈംസ്. 5 മണിക്ക് എന്നെ ഉണർത്തണം. വേക്ക് മീ അപ്പ് അറ്റ് 5 o'clock. അങ്ങനെ പറയാതെ ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. ഇതുകൂടാതെ നമ്മൾ ഡെയിലി ഓരോ ചെറിയ ടോക്സും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ ഇന്നത്തെ ടോക്ക് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളെ തിരിച്ചു വന്നിട്ടാകുമ്പോ, അതായത് അമ്മമാര് അന്ന് സംഭവിച്ചത് എന്താണെന്ന്, സ്കൂളിൽ എന്തൊക്കെയാ നടന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ അത് മനസ്സിലാക്കണം. അതായത് ആദ്യമായിട്ട് പ്ലേ ക്ലാസ്സിലേക്ക് വിടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ ചോദിക്കും, ഇന്ന് ക്ലാസ്സിൽ ആരാ വന്ന്, ടീച്ചറുടെ പേരെന്താ, ഫ്രണ്ട്സിന്റെ പേരെന്താ. ആദ്യമായിട്ട് സ്കൂൾ പോകുന്ന കുട്ടിയാണെങ്കിൽ അവരൊന്നും പറയില്ല. അപ്പൊ 2ാമത്തെ ദിവസം ചോദിക്കും, പറയണമെന്നില്ല. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മളത് ചോദിച്ച് കൊണ്ടേയിരിക്കുമ്പം അവര് ടീച്ചറുടെ പേര് പറയും. കുറച്ച് കഴിയുമ്പോൾ ഓരോ ഫ്രണ്ട്സ് ആയിട്ട് പേരും. അപ്പൊ 1 month ആവുമ്പോഴേക്ക് കുറച്ച് നല്ല രീതിയിൽ അവർ സ്കൂളിനെ പറ്റി സംസാരിക്കാൻ പഠിക്കും. അതായത് ടീച്ചേഴ്സിനോ ഫ്രണ്ട്സിനോ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളോ.
അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവര് വൈകുന്നേരം വന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. അതിനു മുന്നേ തന്നെ ക്ലാസ്സിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു. അങ്ങനെ LKG ആയി, UKG ആയി. ആ ഒരു 3 വർഷം ആവുമ്പോഴത്തേക്ക് തന്നെ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കഥ പോലെ അവര് നമുക്ക് വൈകുന്നേരം പറഞ്ഞു തരും. അതിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് അപ്പുറം ഇപ്പുറം പറയുന്നതും കൂടി ഇവരൊപ്പിയെടുത്തിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു തരും. കേൾക്കാൻ നല്ല രസമാണ്. ഒരു കുട്ടി കഥയുണ്ടാവും എല്ലാ ദിവസവും വൈകുന്നേരം. അപ്പോൾ അതിലൂടെ നമുക്കെന്താ, അതായത് പാരന്റ്സ് കുട്ടികളുടെ ഫ്രണ്ട്സ് ആയി മാറുകയാണ്. പിന്നെ നമ്മുടെ നിന്ന് അവരൊന്നും ഒളിക്കില്ല. അപ്പൊ ഇന്ന് മുതൽ എല്ലാ മാതാപിതാക്കളും, ഇപ്പം അച്ഛന്മാർക്ക് അധികം സമയം ഉണ്ടാവില്ല, അപ്പൊ എല്ലാ അമ്മമാരും സ്കൂളിൽ നിന്ന് വന്ന ഉടനെ കുട്ടികളോട് ചോദിക്കാൻ തുടങ്ങണം. ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിൽ നടന്നത്, എന്തൊക്കെയാണ് മിസ് പഠിപ്പിച്ചത്, ഏതൊക്കെ സബ്ജക്റ്റാണ് എടുത്തത്. അപ്പോൾ ഒരു പ്ലേ ക്ലാസ് മുതൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒന്നും അങ്ങോട്ട് ചോദിക്കേണ്ടതില്ല. ടീച്ചേഴ്സ് പറയുന്നതും ക്ലാസ്സിൽ നടക്കുന്നതും കുട്ടികൾ വഴക്ക് കൂടുന്നതും എന്താണ് പഠിപ്പിച്ചതെന്നും നാളെ എന്തൊക്കെയാണ് പഠിച്ചിട്ട് പോവാൻ പറഞ്ഞതെന്നും അവര് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ അപ്പ് തരും. അപ്പൊ എല്ലാരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇന്ന് മുതൽ കൊച്ചുങ്ങളോട് സ്കൂളിലെ കാര്യങ്ങളെല്ലാം വൈകുന്നേരം വന്ന ഉടനെ ചോദിച്ച് മനസ്സിലാക്കണം. വന്ന ഉടനെ നല്ല കുളിച്ച് ഫുഡൊക്കെ കൊടുത്തൊന്ന് റിലാക്സ് ആയതിനു ശേഷം ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഇത് പഠിക്കണം. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുകയും വേണം. അതിന്റെ കൂടെ ഞാൻ ഈ പറയുന്ന കുട്ടി കുട്ടി വ്ളോഗ്സ് പോലെ ഉണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ കുട്ടിയിൽ ആ മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കണം. പിന്നെ ഞാൻ ഈ പറയുന്ന ക്ലാസ്സും, അതായത് വ്ളോഗ്സ് പോലെയുള്ളതും ക്ലാസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. കാരണം ഞാൻ ഒരു വലിയ യൂട്യൂബർ ഒന്നും അല്ല. ഒരു ബി.എഡ് കഴിഞ്ഞ ഒരു അധ്യാപിക മാത്രമാണ്. ഒരു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓരോ കമന്റിലൂടെ ആയിരിക്കും എന്റെ ക്ലാസ് കുറച്ചുകൂടി എനിക്ക് നന്നാക്കാൻ പറ്റുക. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.